ഉച്ചക്കത്തെ വെള്ളവയ്പ് മാറ്റി ഞങ്ങൾ അവൽ മിൽക്ക് ഉണ്ടാക്കുന്ന പരിപാടിയിലാണ്. മൈസൂർ പാക്ക് എടുത്താൻ ഒരു കവറിലിട്ട് കിളമ്പി വെച്ചിട്ടുണ്ട്. ട്രെയിനിൽ പാത്രങ്ങളൊന്നും ഇല്ലാത്തതുകൊണ്ട് ഞങ്ങൾ കുടിച്ച് ഒഴിവാക്കി വെള്ളത്തിന്റെ ബോട്ടിൽ 3 എടുത്താണ്ട് അതിന് തലാണ് മുറിച്ച് കിളമ്പിയ പഴവും പാലും പഞ്ചസാരയും അവലൊക്കെ ഇട്ടാണ്ട് ഞാൻ തൈരിളക്കി മോരിളക്കി ഇളക്കി മറിച്ച് അപ്പുറത്തുനിന്ന് ഒരു സ്പൂൺ ഒപ്പിച്ചാണ്ട് 2 സ്പൂൺ അതുള്ളേക്ക് ഇട്ട് ഞങ്ങൾ ഉണ്ടാക്കിയോട് പറയാനറിയില്ല. നല്ല ടേസ്റ്റ്. നിങ്ങൾക്ക് ഇങ്ങനത്തെ അനുഭവങ്ങളൊക്കെ ഉണ്ടെങ്കിൽ കമന്റിൽ അറിയിക്കിട്ടോ. പിന്നെ ഇവര് ഫുഡ് കഴിക്കുന്ന വീഡിയോയിലൊക്കെ കണ്ടിരിക്കുന്നതാണ് ഓരോപ്പുള്ള ഫ്രണ്ട്സിന് പരിചയപ്പെടുത്തി കൊടുക്കുക. കൊണ്ടോട്ടി പുളിക്കൽ എബിലിറ്റി കോളേജ് പഠിക്കുന്ന പിള്ളേരാണ്. അവർക്ക് സംസാരിക്കാനും കേൾക്കാനൊന്നും കഴിയൂല. എന്തായാലും ജീവിക്കാനുള്ള ഓരോ മാർഗങ്ങൾ ട്രെയിനിലൊക്കെ കാണിച്ചു കൂട്ടുന്ന കുട്ടികളെ കൊണ്ടൊക്കെ ഇവര് രണ്ടാളും കൂടി കണ്ട് നമ്മളെ കാസ്റ്റ് ചെക്കന്മാർക്ക് പഠിപ്പിച്ചു കൊടുക്കണം ABCD എങ്ങനെ നമ്മൾ സംസാരിക്കുന്ന രീതി എന്നൊക്കെ എങ്ങനെ പഠിപ്പിച്ചു കൊടുക്കണ പോലെ. ഇതൊക്കെ കാണുമ്പോൾ നമ്മൾ എത്രയോ ഭാഗ്യവാന്മാരല്ലേ. അവർക്ക് മൗഫിറത്ത് കൊടുത്തിട്ടുള്ളൂ. മെയിലാഞ്ചിട്ട് മൊഞ്ചുള്ള കൈകൊണ്ട് കക്കേരി ക്യാരറ്റ് ഒക്കെ നുറുക്കിക്കാണ്ട് സലാഡ് ഉണ്ടാക്കി കൊടുക്കണം. പമ്പർന്ന് കുപ്പിയോളട്ട കൈകൊണ്ട് ഓൽക്കാണ് സെർവ് ചെയ്ത് അങ്ങനെ കുറച്ച് പാട്ടും ബിസ്ക്കറ്റും നുറുക്കും ചായയും കുടിച്ചുകൊണ്ട് രാത്രി വൈകുന്നേരമൊക്കെ ആക്കിയാണ്. എത്തും തോറും തണുപ്പ് കൂടി വന്നു. പുതച്ചു മൂടി ഉറങ്ങാനും സമയക്കൂല. അടിപിടി ഉണ്ടാക്കുകയാണ് ഈ പഞ്ചാബികൾ. 2 എണ്ണം സ്വന്തം സീറ്റിലല്ല ആരാന്റെ സീറ്റിൽ കയറിക്കാണ്ട് പ്രശ്നം ഉണ്ടാക്കിയ കേസാ തോന്നുന്നത്. നമ്മളപ്പോ ഹസ്രത്ത് നിസാമുദ്ദീനിലെത്തി. നമ്മള് പൊളി വൈബായിരിക്കും. ട്രെയിനിൽ എല്ലാരും നമ്മൾ കീപ്പെടുത്തി ഏകദേശം നമ്മളിപ്പോ ഒരു 100-150 ആൾക്കാരെ പരിചയപ്പെട്ടിട്ടുണ്ട്. എല്ലാം നല്ല മനുഷ്യന്മാര്. അങ്ങനെ 2 ദിവസത്തെ ട്രെയിൻ യാത്ര കഴിഞ്ഞ് ഞങ്ങൾ നിസാമുദ്ദീനിൽ ലാൻഡ് ചെയ്തു. ട്രെയിൻ യാത്ര വന്നാൽ വല്ലാത്തൊരു യാത്ര. നൈലിൽ പോയിട്ടുള്ള എക്സ്പീരിയൻസ് വേറെ തന്നെ. ഞങ്ങൾ മാഷന്മാരുണ്ട്, മുമ്പിലും ബാക്കിലൊക്കെ ആയിട്ട് കുട്ടികളുണ്ട്. ഞങ്ങൾ മിക്സ് ആയിട്ടേ പോയി. ഡിഗ്രിത്തെ പിള്ളേരുണ്ട്, DPGക്കാരും. അങ്ങനെ ഡൽഹി എത്തി സന്തോഷത്തിൽ എല്ലാവരും കെട്ടുമാറാപ്പെടുത്താണ്ട് ബസ്സിനെ ലക്ഷ്യമാക്കി ഓടിപ്പായി. പൊളിച്ചക്കിന് ബസ് പുറത്തെത്തിക്കും. ഞങ്ങൾ മണ്ടിപ്പാഞ്ഞ് കയറിക്കാണ്ട് ഒരു സീറ്റ് പിടിച്ചിരിക്കുന്നത്. സാറൊക്കെ ഏതാ വൈബില്ല മങ്കിക്കപ്പെട്ട് മുൻപ് ബസ്സിന്ന് ചാടി ഇറങ്ങിയപ്പോഴാണ് നമ്മളെ ചെങ്ങായിനുണ്ട് റിത്താസ് അഹമ്മദ്. അവനോട് താറ്റ പറഞ്ഞാണ്ട് ഞങ്ങൾ ബുക്ക് ചെയ്ത റൂമിൽ ഞങ്ങൾ മണ്ടിപ്പാഞ്ഞ് കയറി.